ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICD ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള HIV-ൻ്റെ മേജർ കോഡിംഗ് ഗൈഡ് ലൈൻസ് ആണ്. അപ്പോൾ ICD ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മേജർ കോഡിംഗ് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോഡ് എടുക്കുന്നതിൽ. കാരണം നമ്മൾ കോഡ് എടുക്കുന്ന സമയത്ത് പ്രൈമറി കോഡ് ഉണ്ടായിരിക്കും, സെക്കൻഡറി കോഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കോഡിംഗ് സീക്വൻസ് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ മേജർ കോഡിംഗ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓരോ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിലും ആ ഒരു മേജർ കോഡിംഗ് ഗൈഡ് ലൈൻസ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള HIV-ൻ്റെ മേജർ കോഡിംഗ് ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് B20. HIV-ൻ്റെ കോഡാണ് B20 എന്ന് പറയുന്നത്. അത് നമ്മൾ കൺഫർമേറ്റ് ആയിട്ടുള്ള കേസുകളിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ലാബ് ടെസ്റ്റ് പോസിറ്റീവ് വന്നോ അല്ലെങ്കിൽ ഡോക്ടർ കൺഫേം ആയിട്ട് പറയുന്ന കേസുകളിലാണ് B20 എന്ന് പറയുന്ന കോഡ് നമ്മൾ HIV-ക്ക് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത്, ഒരു HIV പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻറ്റ് ആ HIV റിലേറ്റഡ് കണ്ടീഷനായിട്ട് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൈമറി കോഡായിട്ട് കൊടുക്കുന്നത് HIV-ൻ്റെ കോഡ് B20യും സെക്കൻഡറി ആയിട്ട് കൊടുക്കുന്നത് ആ ഒരു റിലേറ്റഡ് ഡയഗ്നോസിസും ആയിരിക്കും, അല്ലെങ്കിൽ റിലേറ്റഡ് സിംറ്റം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു HIV പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻറ്റ് സോർ ത്രോട്ടായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആക്ച്വലി സോർ ത്രോട്ട് എന്ന് പറയുന്നത് HIV റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അത് റിലേറ്റഡ് കണ്ടീഷൻ ആയതുകൊണ്ട് പ്രൈമറി കോഡ് HIV കോഡ് B20യും സെക്കൻഡറി കോഡ് സോർ ത്രോട്ടിൻ്റെ കോഡും ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ കേസ് അൺറിലേറ്റഡ് കണ്ടീഷൻ. അതായത് ഒരു HIV പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻറ്റ് അൺറിലേറ്റഡ് കണ്ടീഷനായിട്ട് ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തു. അതായത് HIV മൂലമുണ്ടാകാത്ത കാരണങ്ങൾ, ഫോർ എക്സാമ്പിൾ ഫ്രാക്ചർ, എന്തെങ്കിലും അൺറിലേറ്റഡ് കണ്ടീഷനായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മളവിടെ പ്രൈമറി കോഡായിട്ട് യൂസ് ചെയ്യുന്നത് ആ ഒരു അൺറിലേറ്റഡ് കണ്ടീഷൻ. ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഫ്രാക്ചർ എന്ന് പറയുന്നതായിരിക്കും പ്രൈമറി കോഡ്. സെക്കൻഡറി കോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് HIV-ൻ്റെ കോഡായിട്ടുള്ള B20 ആയിരിക്കും. ആ ഒരു രണ്ട് കേസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത കേസ് എന്ന് പറയുന്നത് അസിംറ്റമാറ്റിക് കേസുകളാണ്. അതായത് പേഷ്യൻ്റ് HIV പോസിറ്റീവാണ്, പക്ഷേ പേഷ്യൻ്റ് സിംറ്റംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡാണ് Z21. ഇനി ഇൻകൺക്ലൂസീവ് HIV ഉണ്ട്. അതായത് പേഷ്യൻ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത കേസുകൾ, അതായത് ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല എങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡാണ് R75. ഇനി എൻകൗണ്ടർ ഫോർ HIV ടെസ്റ്റ്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് HIV ടെസ്റ്റിന് വേണ്ടി വരികയാണെങ്കിൽ Z11.4 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ആ പേഷ്യൻ്റ് ടെസ്റ്റ് ചെയ്തപ്പം നെഗറ്റീവാണ്. ആ നെഗറ്റീവ് ആയപ്പോൾ ഡോക്ടർ അവിടെ കൗൺസിലിംഗ് കൊടുത്തു. ആ ഒരു കൗൺസിലിങ്ങിൻ്റെ കോഡാണ് Z71.7. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് HIV എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ മേജറായിട്ടുള്ള കോഡിംഗ് ഗൈഡ് ലൈൻസും മേജർ കോഡുകളും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ കോഡിങ്ങിൻ്റെ, അതായത് ഓരോ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിലും നമ്മൾ ഈ മേജർ കോഡിംഗ് ഗൈഡ് ലൈൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു കോഡ് എടുക്കാൻ, ആ ചാപ്റ്റർ വൈസ് ആയിട്ടാണെങ്കിലും ആ ഒരു കോഡ് എടുക്കാൻ കുറച്ചും കൂടെ നമുക്ക് സിമ്പിളായിട്ടായിരിക്കും. പിന്നെ CPC എക്സാമിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇനി നമുക്ക് HIV-ൻ്റെ ചില റിലേറ്റഡ് സിംറ്റംസ് നോക്കാം. ഫീവർ, ചിൽസ്, ഹെഡേക്ക്, നൈറ്റ് സ്വെറ്റ്, സോ തോട്ട്, muscle ache and pain, joint pain, fatigue, swollen lymph nodes mainly on the neck, mouth ulcers. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ HIV-ൻ്റെ റിലേറ്റഡ് സിംറ്റംസ് ആണ്. അപ്പം ഈ ICD ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് അവർ ഡയറക്റ്റായിട്ട് ചോദിക്കില്ല, എല്ലാം ഇൻഡയറക്റ്റ് ആൻഡ് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ റിലേറ്റഡ് സിംറ്റംസിന് പകരം എന്തെങ്കിലും റിലേറ്റഡ് സിംറ്റംസ് ആയിട്ട് തന്നെ തരും. ഫോർ എക്സാമ്പിൾസ്, ഈ പറഞ്ഞ പോലെ സോർ ത്രോട്ടോ അല്ലെങ്കിൽ മൗത്ത് അൾസേഴ്സോ അങ്ങനെ ഡയറക്റ്റായിട്ട് തരാതെ ഇൻഡയറക്റ്റ് ആയിട്ട് തരും. അപ്പോൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് പ്രൈമറി കോഡ് ഏതാണ്, സെക്കൻഡറി കോഡ് ഏതാണ്, അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടത് ഏതാണ്, മേജർ കോഡിംഗ് ഗൈഡ് ലൈൻസ് ആണ്. അപ്പോൾ ICD എന്ന് പറയുന്നത് ശരിക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് കോഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ആദ്യം മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും മേജർ കോഡിംഗ് ഗൈഡ് ലൈൻസ് ആണ്. അപ്പോൾ ആ ഒരു കോഡിംഗ് ഗൈഡ് ലൈൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കോഡിംഗ് സീക്വൻസ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് സിമ്പിളായിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. The patient has a history of symptomatic HIV and has been treated for an HIV related illness. അതായത് HIV പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണ്, സിംറ്റമാറ്റിക് ആണ്. അപ്പോൾ അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, കാരണം B20 ആണ് ആൻസർ എന്ന് പറയുന്നത്. എ പേഷ്യൻ്റ് വിത്ത് HIV ഈസ് അഡ്മിറ്റഡ് ഫോർ എൻട്രോകൊളൈറ്റിസ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ HIV പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള റീസൺ എൻട്രോകൊളൈറ്റിസ് എന്ന് പറഞ്ഞ ഡിസീസാണ്. ആ ഡിസീസസിന് കാരണം ഒരു ബാക്ടീരിയ, ക്ലോസ്ട്രിഡിയം എന്ന് പറഞ്ഞൊരു ബാക്ടീരിയയാണ്. അപ്പോൾ ആ ഒരു കേസിൽ നമുക്കറിയാം പേഷ്യൻ്റ് HIV പോസിറ്റീവാണ്, അഡ്മിറ്റ് ചെയ്യാനുള്ള റീസൺ അൺറിലേറ്റഡ് കണ്ടീഷനാണ്. സോ അൺറിലേറ്റഡ് കണ്ടീഷൻ ആയിരിക്കണം ഫസ്റ്റ് കോഡ് എന്ന് പറയുന്നത്.
എൻട്രോക്ലൈറ്റിസിൻ്റെ കോഡാണ് A04.72. സെക്കൻഡറി കോഡ് വിൽ ബി ദ B20, അതായത് HIV കോഡായിരിക്കും. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം ആദ്യം ICD പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർ കോഡിങ് ഗൈഡ് ലൈൻസ് മനസ്സിലാക്കുക, എന്നിട്ട് സിമ്പിളായിട്ടുള്ള കോഡുകൾ എടുത്ത് ആദ്യം ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ പ്രീവിയസ് മോക്ക് ടെസ്റ്റുകൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടെ ഫെമിലിയർ ആവും ടെക്സ്റ്റ് ബുക്കായിട്ട്. കാരണം ഓപ്പൺ ബുക്ക് എക്സാമാണ്. എത്രത്തോളം ടെക്സ്റ്റ് ബുക്കായിട്ട് ഫെമിലിയർ ആവുന്നോ അപ്പം നമുക്ക് എത്രത്തോളം ഫെമിലിയർ ആവുന്നോ അത്രത്തോളം നമുക്ക് ആ ഒരു കോഡ് എടുക്കുന്ന ആ ഒരു വേ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് CPC എക്സാമിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. സോ നെക്സ്റ്റ് വീഡിയോയിൽ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ മേജർ കോഡിങ് ഗൈഡ് ലൈൻസ് ഇടുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.